പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ബി.ജെ.പി. തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസമില്ല എങ്കിൽ രാഹുൽ ഗാന്ധി രാജിവെച്ച് പുറത്തു പോകണമെന്ന് ആ ഒരു നിലപാടിലാണ് ഇപ്പോൾ ബി.ജെ.പി. വക്താവായ ഗൗരവ് ഭാട്ടിയ രംഗത്ത് വന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ വോട്ടർ പട്ടികയും കയ്യിൽ പിടിച്ചുകൊണ്ട് കറങ്ങി നടക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധി ആദ്യം സ്വയം എങ്ങനെയാണ് താൻ തിരഞ്ഞെടുപ്പിൽ ജയിച്ചതെന്നും ഒപ്പം തന്നെ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം എല്ലാവരും എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത് എന്നത് കാര്യങ്ങൾ ഒന്ന് വിലയിരുത്തേണ്ടതാണ് എന്നതും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ കുറെ അധികം കടലാസ് പേപ്പർ കൊണ്ട് മാത്രം, അതായത് വോട്ടർ പട്ടികയിലെ കടലാസ് പേപ്പർ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന രാഹുൽ ഇതൊക്കെ ഒന്ന് നോക്കാൻ സമയമെടുക്കണമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തിനധികം പറയുന്നു, സ്ഥിരമായി രാഹുൽ ഭരണഘടനയുടെ ചെറിയ പതിപ്പുമായിട്ടാണ് ലോക്സഭയിൽ ചുറ്റിത്തിരിയുന്നത്. എന്നാൽ ഇന്നേ വരെ അതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കുവാനോ അല്ലെങ്കിൽ അതൊന്ന് എടുത്ത് കാര്യങ്ങൾ വിശകലനം ചെയ്യാനോ രാഹുൽ ക്ഷമയില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ബി.ജെ.പി. നേതാവും കൂടെ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും സുപ്രീം കോടതിയെയും വിശ്വസിക്കാത്ത ഒരാൾ എങ്ങനെയാണ് എം.പി. സ്ഥാനത്ത് തുടരുക എന്നും അദ്ദേഹം ഒരു ചോദ്യമായി ഉന്നയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയമുനയിൽ നിൽക്കുന്ന രീതിയിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാവരും തന്നെ തങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതെന്ന് കൂടി ഒന്ന് വിലയിരുത്തേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിക്കുന്നുവെങ്കിൽ ലോക്സഭ അംഗത്വം രാജിവെക്കണം. അതേപോലെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും രാജിവെക്കുകയാണ് വേണ്ടതെന്നും ബി.ജെ.പി. വക്താവ് ഇവിടെ അഭിപ്രായപ്പെടുകയാണ് ഉണ്ടായത്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആക്ഷേപമൊന്നും ഉന്നയിക്കാത്തത്? അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളിൽ ഒന്നിതാണ്: നിങ്ങൾക്ക് അനുയോജ്യമായ എന്താണോ അത് നിങ്ങൾ സ്വീകരിക്കുന്നു, അസൗകര്യമുള്ള എന്താണോ അതെല്ലാം തന്നെ നിങ്ങൾ നിരസിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നതെന്നും അതുപോലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിങ്ങൾ കുറ്റപ്പെടുത്തുകയാണ് ഇതുവഴി ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് തന്നെയാണ് നിങ്ങൾ കാലങ്ങളായി തന്നെ തുടർന്നു വരുന്നതെന്നും ജനങ്ങൾക്ക് ഇതെല്ലാം കണ്ട് അല്ലെങ്കിൽ അവർ ഇതെല്ലാം ഒരിക്കൽ പോലും മറക്കില്ല എന്ന് തന്നെയാണ് ഗൗരവ് ഭാട്ടിയ ഇവിടെ സൂചന നൽകിയിരിക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി രാജ്യത്ത് വോട്ട് മോഷണം നടത്തുന്നുവെന്ന് ശക്തമായ ആരോപണം ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ച് ജനങ്ങളോട് ഉന്നയിച്ചതിന് പിന്നാലെ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കുമായി കോൺഗ്രസ് നേതാവ് രംഗത്ത് വരികയാണ്. ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ജനപിന്തുണ തേടി ക്യാമ്പയിൻ തുടക്കമിട്ടു. ഇതിനായി vottcheri.in എന്ന പേരിൽ ഒരു വെബ്സൈറ്റിന് തുടക്കമിട്ടിരിക്കുകയാണ്. വെബ്സൈറ്റിൽ വോട്ട് ചോരി പ്രൂഫ്, അതുപോലെ ഡിമാൻഡ് ഈസി, അതായത് ഇലക്ഷൻ കമ്മീഷൻ അക്കൗണ്ടബിലിറ്റി റിപ്പോർട്ട് വോട്ട് ചോരി എന്നിങ്ങനെ 3 ഓപ്ഷനുകളാണുള്ളത്. ഇതിൽ വോട്ട് ചോർന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അനുഭവം ഉണ്ടെങ്കിൽ അതേപ്പറ്റി ജനങ്ങൾക്ക് തുറന്നെഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ഈ കോൺഗ്രസ് ആകട്ടെ ഇത്തരത്തിലൊരു ക്യാമ്പയിന് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് തുടക്കമിട്ടിരിക്കുന്നത്. ബി.ജെ.പിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള ഒത്തുകളിയുടെ വലിയ തട്ടിപ്പാണ് നടക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ഇവിടെ ഈ ഒരു വീഡിയോയിലൂടെ പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി രാജിവെച്ച് പുറത്തേക്ക് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരവ് ഭാട്ടിയ അടക്കം രംഗത്ത് വരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.